രാജാക്കന്മാർ, യുദ്ധങ്ങൾ, അതേപോലെ തന്നെ റവന്യൂ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ്, ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കുകളാണ്. മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും വിജയനഗര ഭാമിനി സാമ്രാജ്യത്തിൻ്റെയും ഇതുപോലെയുള്ള ടേംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ വഴി നമുക്കൊന്ന് പരിചയപ്പെടാം. Which of the following cities was sacked by victorious armies after Battle of Talikota? Battle of Talikota വളരെ ഫേമസ് ആയ യുദ്ധമാണ്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ രാജ്യമായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധമാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് വിച്ച് ഓഫ് ദി ഫോളോവിങ് സിറ്റീസ് വെയർ സാക്ഡ് ബൈ വിക്ടോറിയസ് ആർമീസ് ആഫ്റ്റർ ബാറ്റിൽ ഓഫ് തളിക്കോട്ട? വിജയനഗര സാമ്രാജ്യം, വിജയനഗര. സോ വിജയനഗരാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ബാറ്റിൽ ഓഫ് തളിക്കോട്ട നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. ബാറ്റിൽ ഓഫ് രാക്ഷസ തങ്ങടി അല്ലെ ബണ്ണിഘട്ടി എന്നൊക്കെയും ബാറ്റിൽ ഓഫ് തളിക്കോട്ട അറിയപ്പെടാറുണ്ട്. 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ട യുദ്ധം നടക്കുന്നത്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ സഖ്യകക്ഷികളായിരുന്ന ബീജാപ്പൂർ, അഹമ്മദ് നഗർ, ബിദാർ, ഗോൽക്കൊണ്ട ഇവയെല്ലാം കൂടെ ചേർന്ന് ആ സമയത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന രാമരായയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, സഖ്യകക്ഷികൾ ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പേരുകൾ, അതായത് തളിക്കോട്ട യുദ്ധത്തിൻ്റെ മറ്റ് പേരുകളായ ബാറ്റിൽ ഓഫ് ബണ്ണിഘട്ടിയും ബാറ്റിൽ ഓഫ് രാക്ഷസ തങ്ങടിയും എന്ന പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ദ അമര നായക്സ് വെയർ ഡാഷ് ഇൻ വിജയനഗര എംപയർ. അമര നായക്സ് വെയർ ദ മിലിറ്ററി കമാൻഡേഴ്സ് ഓഫ് വിജയനഗര എംപയർ. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യം ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിൽ തകർക്കപ്പെട്ടു. അതിനുശേഷം രാജാക്കന്മാർക്ക് പകരമായി ഈ മിലിറ്ററി ഗവർണേഴ്സ് അഥവാ അമര നായക്സ് ആണ് ചെറിയ ചെറിയ പ്രൊവിൻസുകളായിട്ട് വിജയനഗര സാമ്രാജ്യത്തെ പിന്നിൽ ഭരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. While historians use the term Vijayanagara Empire and contemporaries of this empire described it as the dash, ഗജപതി സാമ്രാജ്യ, കർണാടക സാമ്രാജ്യം, ആന്ധ്ര സാമ്രാജ്യം, ശീതലപത്തി സാമ്രാജ്യം. ഓക്കെ, നമുക്കറിയാം വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് കൃഷ്ണ റിവറിൻ്റെ സൗത്തിലായിട്ട് നമ്മുടെ തുംഗഭദ്ര റിവറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടകത്തിലാണ് മെയിനായിട്ട് ഓക്കുപ്പൈ ചെയ്യുന്നത്. കർണാടക സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്നിരുന്നാലും ഗജപതി സാമ്രാജ്യം എവിടെയായിരുന്നു? അങ്ങനെയൊന്നും ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നോ? ഗജപതി സാമ്രാജ്യം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഓഫ് ഒഡീഷ അറിയപ്പെട്ടിരുന്നതാണ് ഗജപതി സാമ്രാജ്യം. അതേപോലെ തന്നെ ആന്ധ്ര സാമ്രാജ്യം കാകതീയ ഡൈനാസ്റ്റി ഓഫ് വാറങ്കൽ, ഇന്നത്തെ തെലങ്കാന ആന്ധ്രാപ്രദേശിലായി കാണപ്പെടുന്ന വാറങ്കലിലുള്ള ഡൈനാസ്റ്റിയായിരുന്നു കാകതീയ ഡൈനാസ്റ്റി. അതിൻ്റെ പേരായിരുന്നു ആന്ധ്ര സാമ്രാജ്യം എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പം കർണാടക സാമ്രാജ്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗജപതി സാമ്രാജ്യവും ആന്ധ്ര സാമ്രാജ്യവും. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ടൈം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was the founder of the Bamini Sultanate who took the title Bamman Shah after the accession to the throne? Okay, അപ്പോൾ ഫൗണ്ടർ ഓഫ് ബാമിനി ഡൈനാസ്റ്റി ആണ്. ഫൗണ്ടർ ഓഫ് ബാമിനി ഡൈനാസ്റ്റി നമുക്കറിയാം അലാവുദ്ദീൻ ഹസൻ ബമ്മു ആണ്. സോ അലാവുദ്ദീൻ ഹസൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഴ്സിനെ അറിയാമല്ലോ, ഹരിഹര ആൻഡ് ബുക്ക. Next question. Who among the following was the slave general of Alauddin Khilji who led his army in the battle against Ramchandra of Devagiri? ദേവഗിരിയിലെ രാമചന്ദ്രയെ പരാജയപ്പെടുത്തിയ അലാവുദ്ദീൻ്റെ ജനറലായിരുന്നു മാലിക് കാഫൂർ. ഓക്കെ, അപ്പോൾ ആരായിരുന്നു? നസ്രത് ഖാൻ, ഉലു ഖാനും ഒക്കെ. നസ്രത് ഖാൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതേപോലെ ഉലു ഖാൻ എന്ന് പറയുന്നത് അത് അലാവുദ്ദീൻ്റെ ഒരു ബ്രദറുമായിരുന്നു ഉലു ഖാൻ. ഉലു ഖാൻ്റെ മറ്റൊരു പേരാണ് അൽമാസ് ബെഗ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതാണ്. ഹൂ അമംഗ് ദ ഫോളോവിങ് വാസ് ഓൾസോ നോൺ ആസ് അൽമാസ് ബെഗ്. അൽമാസ് ബെഗ് എന്ന പേര് അറിയപ്പെടുന്ന വ്യക്തി ഉലു ഖാൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക് ഇൻട്രൊഡ്യൂസ്ഡ് എ കോപ്പർ കോയിൻ കോൾഡ് ഡാഷ് ഇൻ പ്ലേസ് ഓഫ് സിൽവർ കോയിൻ. ഓക്കെ, MBT അഥവാ മുഹമ്മദ് തുഗ്ലക് അവതരിപ്പിച്ച കോപ്പർ കോയിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സോ കോപ്പർ കോയിൻ ആയിരുന്നു ജിറ്റൽ വാസ് ദി കോപ്പർ കോയിൻ. ഓക്കെ, അപ്പോൾ ജിറ്റൽ കോപ്പർ കോയിൻ എന്ന് മറക്കാതിരിക്കുക. ഈ ടങ്കൈ ഓർത്തിരിക്കുക. ടങ്ക വാസ് എ സിൽവർ കോയിൻ ആയിരുന്നു ടങ്ക. ഓക്കെ, അപ്പോൾ കോപ്പർ ജിറ്റൽ ആൻഡ് സിൽവർ ടങ്ക നമ്മൾ പറയാറുണ്ട്. അപ്പം ചോദിച്ചിരിക്കുന്നത് കോപ്പർ കോയിൻ എന്നുള്ളതാണ്, ജിറ്റലാണ് കോപ്പർ കോയിൻ. നെക്സ്റ്റ്, ദിവാനി അർസ് വാസ് എസെൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാഷ് അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ദിവാനി അർസ്. അത് തീർച്ചയായും അവരുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. Who among the following Sultan of Delhi started a system of സിജിദ ആൻഡ് പൈബോസ്? സിജിദ ആൻഡ് പൈബോസ് എന്ന് പറയുന്നത് പേർഷ്യൻ കസ്റ്റംസാണ്. രാജാവിനെ വണങ്ങുന്ന
ബഹുമാനത്തോടെ വണങ്ങുന്ന, റെസ്പെക്റ്റോടുകൂടി രാജാവിനെ വണങ്ങുന്ന കസ്റ്റംസ് സജിദ ആൻഡ് പൈബോസ്. ഇത് ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ബാൽബൻ. നമുക്കറിയാം ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ വൺ ഓഫ് ദി പ്രോമിനൻറ്റ് റൂളറായിരുന്നു ബാൽബൻ. ഓക്കെ, കുത്തബ്ദീൻ ഐബക്കിനെ നമ്മൾ ഓർത്തിരിക്കണം. കുത്തബ്ദീൻ ഐബക്ക് ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അദ്ദേഹം ലാഹോറിലാണ് ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ തുഗ്ലക്കിനെ നമുക്കറിയാം, ദ വൈസസ്റ്റ് ഫൂൾ എന്നറിയപ്പെടുന്ന തുഗ്ലക് ഡൈനാസ്റ്റിയിലെ പ്രമുഖനായ രാജാവായിരുന്നു മുഹമ്മദ് തുഗ്ലക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The famous Arabic scholar Al-Biruni came to contact with India through Dash in the 11th century AD. Al-Biruni ഇന്ത്യയിൽ വന്നത് മുഹമ്മദ് ഖാസിയുടെ കൂട്ടത്തിലാണ്. സോ ആൻസർ വരുന്നത് മുഹമ്മദ് ഗസ്നാവി ഒരു മുഹമ്മദ് ഖാസിയാണ്. അൽബറൂനി വളരെ ഫേമസ് ഒരു റൈറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കിതാബ് അൽ ഹിന്ദ്. മറക്കാതിരിക്കുക, കിതാബ് അൽ ഹിന്ദ് എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് അലാവുദ്ദീൻ ഖിൽജിസ് റെയിൻ ദ ക്ലോത്ത് മാർക്കറ്റ് വാസ് നോൺ ആസ്. ഓക്കെ, സരായി ആദിൽ, മണ്ഡി, മുൻഹിയാൻസ്, ഷഹനായി മണ്ഡി. ഓക്കെ, മണ്ഡി എന്ന് പറഞ്ഞാൽ തന്നെ അത് മാർക്കറ്റ് എന്ന് അർത്ഥം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി വരത്തില്ല. സരായി ആദിൽ, ഷഹനായി മണ്ഡി. ആൻസർ വന്ന് സരായി ആദിലാണ്. തീർച്ചയായിട്ടും ഈ ഓപ്ഷനിൽ പറയുന്ന മറ്റെല്ലാ ടേംസും നമുക്ക് പരിശോധിക്കണം. ദാറ്റ് ഈസ് മണ്ഡി നമുക്കറിയാം മാർക്കറ്റാണ്. മുൻഹിയാൻസ് ആരാണ്? മുൻഹിയാസ് എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി അപ്പോയിന്റ് ചെയ്ത ഗ്രൂപ്പ് ഓഫ് സ്പൈസ് ആണ്. മാർക്കറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാജാവിനെ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് ഈ സ്പൈസിനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത്. മുൻഹിയാൻസ് വാസ് എ വേറെ ഗ്രൂപ്പ് ഓഫ് സ്പൈസ് റിപ്പോർട്ടഡ് കിങ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് മാർക്കറ്റ്. അതായത് ഷെഹനായി മണ്ഡി, ഗ്രെയിൻ മാർക്കറ്റിന് അറിയപ്പെടുന്നതാണ് ഷെഹനായി മണ്ഡി എന്നുള്ളത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്